നാടിനെ നടുക്കിയ നന്ദൻകോട് കൂട്ടക്കൊലപാതകത്തിൽ ശിക്ഷാവിധി പുറത്തു വന്നിരിക്കുകയാണ്. 4 പേരെ കൂട്ടക്കൊല ചെയ്ത കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്നും പ്രതിക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നുമാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. കേസിൽ വിധി ഉണ്ടായിരിക്കുകയാണ്. കേഡൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവും പിഴ ശിക്ഷയും വിധിച്ചിരിക്കുകയാണ്. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 6 ശിക്ഷ വിധിച്ചത്. കേസിലെ ഏക പ്രതി കേഡൽ ജിൻസൺ രാജ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, തലസ്ഥാന നഗരത്തെ നടുക്കിയ സംഭവം അപൂർവങ്ങളിൽ അപൂർവമായ കേസാണ് ഇത്. സമാനതകളില്ലാത്ത സംഭവമാണ് നടന്നത്. പക്ഷേ വധശിക്ഷയില്ല, ജീവപര്യന്തം തടവാണ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. വിവരങ്ങൾ എന്തെല്ലാം? നീലിമ സൂചിപ്പിച്ചതുപോലെ ഏറെ നിർണായകമായ ഒരു കേസിലെ നിർണായകമായിട്ടുള്ള വിധി പ്രസ്താവമാണ് വന്നിട്ടുള്ളത്. കേസ് അല്പസമയം മുമ്പ് വിധി പ്രസ്താവത്തിനായി, ശിക്ഷാവിധി പ്രസ്താവത്തിനായി കോടതി പരിഗണിച്ചു. അതിനുശേഷമാണ് നിർണായകമായിട്ടുള്ള വിധി കോടതിയുടെ ഭാഗത്തു നിന്ന് വരികയും ചെയ്തിട്ടുള്ളത്. ആ നിർണായകമായിട്ടുള്ള വിധിയെപ്പറ്റി പറയുകയാണെങ്കിൽ അതിലേറ്റവും ശ്രദ്ധേയമായിട്ട് ജീവപര്യന്തം ശിക്ഷയാണ് എന്നുള്ളതാണ്. ജീവപര്യന്തം ശിക്ഷയ്ക്കൊപ്പം 15 ലക്ഷം രൂപ കൂടി പിഴ അടയ്ക്കണം എന്നുള്ളതാണ് കോടതി കണ്ടെത്തിയിട്ടുള്ളത്. കോടതിയുടെ വിധി പ്രസ്താവം അത്തരത്തിലാണ്. അങ്ങനെ ഏകദേശം 15 ലക്ഷത്തോളം രൂപ നൽകണം. 4 പേർക്ക് കൂടിയാണ് ഈ തുക നൽകേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടെത്തി. ഇപ്പോൾ ഈ പ്രോസിക്യൂട്ടർ മാധ്യമത്തിലേക്ക് അതിലേക്ക് ഫ്രണ്ടിലേക്ക് വരും. പരമാവധി ശിക്ഷ അപൂർവമായ കേസായി കോടതി പരിഗണിക്കാതിരുന്നത് കാരണം അല്ല, ഇതിനകത്തിപ്പം അപൂർവങ്ങളിൽ അപൂർവമായ കേസായിട്ട് പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാനുള്ളതായിട്ടില്ല. കാര്യം ഈ ജഡ്ജ്മെന്റിന്റെ കോപ്പി നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഇതിനകത്ത് നമ്മൾ ഈ ഡെത്ത് സെന്റൻസ് കൊടുക്കുന്നതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ലൈഫ് ഇംപ്രസ്മെന്റ് എപ്പോഴാണ് അഡിക്വേറ്റ് ആയിട്ട് തോന്നുന്നത്. ഒരു ലൈഫ് ഇംപ്രസ്മെന്റ് ശരിയല്ല, അത് മാത്രം പോരാ, അതിൽ കൂടുതൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് തോന്നുന്ന സാഹചര്യങ്ങളിൽ മാത്രമാണ് ഡെത്ത് സെന്റൻസ് പറയുന്നത്. അപ്പോൾ ഡെത്ത് സെന്റൻസ് ആണ് റൂൾ ആൻഡ് ലൈഫ് ഇംപ്രസ്മെന്റ് ആണ് റൂൾ. ഡെത്ത് സെന്റൻസ് എന്ന് പറഞ്ഞൊരു എക്സെപ്ഷൻ എന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിധിയിൽ നമ്മളങ്ങനെ നെഗറ്റീവായിട്ട് കാണാനായിട്ട് വലുതായിട്ടൊന്നും കാണുന്നില്ല. കാര്യം 302 4 കൗണ്ടിൽ ലൈഫ് ഇംപ്രസ്മെന്റ് കണ്ടിട്ടുണ്ട്. അതിൽ ഓരോന്നിലും 3 ലക്ഷം, ഓരോ കേസിലും അത് കൺകറന്റ്ലിയാണ് പോകണം, ഒരുമിച്ചാണ് പോകുന്നത്. അതിൽ 3 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരവും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 436 വീട് തീ വെച്ചതിന് 7 വർഷത്തെ കഠിന തടവ് പറഞ്ഞിട്ടുണ്ട്. അതിലും കോമ്പൻസേഷൻ പറഞ്ഞിട്ടുണ്ട്. അതെ, അല്ലല്ല, അത് 436 കോമൺ ആയിട്ടാണ്, ഒരൊറ്റ ഒഫൻസേ വരുന്നുള്ളൂ. അതിനുശേഷം 201 നമ്മുടെ തെളിവ് നശിപ്പിച്ചതിന് 5 വർഷത്തെ പണിഷ്മെന്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ടുള്ളതും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഈ 436 7 വർഷം ആദ്യം അനുഭവിക്കണം. അതിനുശേഷം കൺസിക്യൂട്ടീവായിട്ട് അതിനുശേഷം 201 5 വർഷം. അപ്പോൾ 7 5 12 വർഷത്തെ ശിക്ഷ ആദ്യം അനുഭവിക്കുക. അതിനുശേഷം മാത്രമേ ലൈഫ് ഇംപ്രസ്മെന്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10 25 30 വർഷത്തോളം കാലം കേരളിന് എന്ത് വന്നാലും ഈ പ്രതിക്ക് ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത്. അതായത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും കാലയളവിൽ ഈ ലൈഫ് ഇംപ്രസ്മെന്റിന് റെമിഷൻ, അതായത് 14 വർഷത്തിന് ശേഷം റെമിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രമേ സെറ്റ് ഓഫ് ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സെറ്റ് ഓഫും കോടതി അനുവദിച്ചിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു ജഡ്ജ്മെന്റ് തന്നെയാണ് ഈ വന്നിട്ടുള്ളത്. പ്രധാനപ്പെട്ട സാക്ഷിയായിരുന്നു ജോസ്. അതെ, മാത്രമല്ല ജോസ് ഈ പറയുന്ന ദുരന്തത്തിന്റെ മറ്റൊരു വലിയൊരു രക്തസാക്ഷി കൂടിയാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന 15 ലക്ഷം രൂപ അമ്മാവൻ ജോസിന് കൊടുക്കാൻ കൂടി പറഞ്ഞിരിക്കുക. അതെ, തീർച്ചയായിട്ടും ഈ കോമ്പൻസേഷൻ ആയിട്ട് വന്നിട്ടുള്ള ഈ 15 ലക്ഷം രൂപയും ഒന്നാം സാക്ഷിയായ ജോസിന് കൊടുക്കാനായിട്ടാണ് കോടതി ഉത്തരവായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ഒരു വിക്ടിം ജോസ് ആണെന്നുള്ളത് നമ്മൾ ആദ്യ കാലം തൊട്ട് തന്നെ കോടതിയിൽ പറയുന്നതാണ്. ഇതിൽ ഏറ്റവും വലിയ വിക്ടിം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് പാർട്ടി എന്ന് പറയുന്നതും ജോസ് തന്നെയാണ്, ഒന്നാം സാക്ഷി തന്നെയാണ്. ഇല്ല, ജഡ്ജ്മെന്റ് കോപ്പി നമുക്ക് ഇതുവരെ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് കോടതിയുടെ വിധിയിലുള്ള ആ പോസിറ്റീവ് സൈഡോ നെഗറ്റീവ് സൈഡോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺക്ലൂഷൻ എത്തിയെന്നുള്ളത് ഇപ്പോൾ പറയാറായിട്ടില്ല.
അങ്ങനെയല്ല, ഈ പണിഷ്മെന്റ് സമയത്ത് തീർച്ചയായിട്ടും പ്രതിക്ക് മാനസിക നില പ്രശ്നമുണ്ടെന്ന് ഇപ്പോഴും ട്രീറ്റ്മെന്റിൽ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇവിടുത്തെ മെന്റൽ ഹോസ്പിറ്റലിൽ തന്നെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഭാഗം തീർച്ചയായിട്ടും കോടതിയുടെ മനസ്സിനെ ചലിപ്പിച്ചിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും അതുകൊണ്ടായിരിക്കും ഡെത്ത് സെന്റൻസിലോട്ട് പോകാതിരുന്നത്. അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞില്ല. ഇതിപ്പം സൊസൈറ്റിയെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ള ഒരു ഇതല്ല. തീർച്ചയായിട്ടും അത് കോടതിക്ക് അതിൻ്റെതായിട്ടൊരു ചട്ടക്കൂടിൽ നിന്നും ആ സുപ്രീം കോടതിൻ്റെ പല വിധിന്യായങ്ങളിലും പറഞ്ഞിട്ടുള്ള അഗ്രവേറ്റിംഗ് മിറ്റിഗേറ്റിംഗ് സർക്കംസ്റ്റാൻസ് നോക്കി അതിനെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ഒരു ഡെത്ത് സെന്റൻസ് കൊടുക്കാൻ പറ്റൂ. ഒരാളുടെ ജീവൻ എടുക്കുന്ന ഒരു തലത്തിലേക്ക് പോകണം. നമ്മുടെ ബേസിക് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ റീഫോർമേറ്റീവ് തിയറിയാണ്. ഇദ്ദേഹത്തെ ഏതെങ്കിലും രീതിയിൽ നല്ലൊരു മനുഷ്യനാക്കി തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള രീതിയിലുള്ള ആ തരത്തിലാണ് നമ്മുടെ ജുഡീഷ്യൽ സിസ്റ്റം ഫങ്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് ലൈഫ് ഇംപ്രിസൺമെന്റ് സഫീഷ്യൻ്റ് ആകില്ല എന്നുള്ള നമ്മുടെ ശക്തമായ വാദമുണ്ടായിരുന്നു. അതായത് ലൈഫ് ഇംപ്രിസൺമെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ 10 വർഷം 14 വർഷം കഴിഞ്ഞ് റെമിഷനോ കമ്മ്യൂട്ടേഷനോ കൊണ്ട് ഇദ്ദേഹം തിരിച്ചെത്തും, നമ്മുടെ സമൂഹത്തിലേക്ക് തിരികെ വരും. അപ്പോൾ അത് മാക്സിമം അവോയ്ഡ് ചെയ്യണം എന്നുള്ള റിക്വസ്റ്റ് വരെ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഡെത്ത് സെന്റൻസ് ചോദിച്ചുകൊണ്ട് തന്നെയാണ് വാദവും പറഞ്ഞത്. പക്ഷേ ആ ഭാഗത്തിലാണ് കോടതി ഏറ്റവും ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു വിധിയാണ് ആ 7, 5, 12 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലൈഫ് ഇംപ്രിസൺമെന്റ് തുടങ്ങത്തുള്ളൂ എന്നും അതിനുശേഷം ലൈഫ് ഇംപ്രിസൺമെന്റിൽ സെറ്റ് ഓഫ് വന്നിട്ടില്ല എന്നുള്ളതും തീർച്ചയായിട്ടും ഒരു നല്ലൊരു വിധി തന്നെയാണ്. ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ 65 ദിവസം നീണ്ടു നിന്ന വിചാരണ വേളയിലോ അല്ലെങ്കിൽ കോടതി തന്നെ ഒരു മെഡിക്കൽ ബോർഡിനെ രൂപീകരിച്ചിരുന്നു. ആ മെഡിക്കൽ ബോർഡിന്റെ റിപ്പോർട്ടിലോ ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായി കണ്ടെത്തിയിട്ടില്ല. അല്ലല്ല, അങ്ങനെയല്ല. അതായത് ഈ കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ, ഒരു കോൺസിക്വൻസ് അറിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരാളാണോ ഈ കുറ്റകൃത്യം ചെയ്തതെന്നുള്ള ഭാഗത്ത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതിനുശേഷം ഇദ്ദേഹം ട്രീറ്റ്മെൻറ്റിലായിരുന്നു എന്നുള്ളതും ഏകദേശം ഒരു 6-7 തവണയായിട്ട് ഈ മെൻ്റൽ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിലായിരുന്നുവെന്നും അവിടുന്ന് ട്രീറ്റ്മെൻറ്റിൽ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതും ഒരു വാസ്തവമാണ്. ആ രേഖകൾ സമർപ്പിച്ചിരുന്നു. തീർച്ചയായിട്ടും ആ രേഖകൾ കോടതി വന്നിട്ടുണ്ട്. പ്രതിഭ ഹാജരാക്കിയിട്ടുണ്ട്. അപ്പോൾ അല്ല, ഇതിപ്പം സ്റ്റേറ്റിന്റെ ഭാഗത്ത് നിന്നും കമ്മ്യൂട്ടേഷൻ വന്നില്ല എന്നുണ്ടെങ്കിൽ റിമൈനിങ് ലൈഫ് കേരളത്തിൽ തീർച്ചയായിട്ടും ജയിലിൽ തന്നെ കഴിയും. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സിച്ചത് ഈ ശിക്ഷ അല്ലെങ്കിൽ ജീവപര്യന്തത്തിലേക്ക് എത്താനുള്ള ഒരു കാരണമായിട്ടുണ്ട്. അല്ല, തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ ഞാൻ പറഞ്ഞില്ലേ, റെയറസ്റ്റ് ഓഫ് റെയർ എന്ന് പറഞ്ഞതിൻ്റെ ആ ഒരു ചട്ടക്കൂടുണ്ട്. അതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അതായത് സുപ്രീം കോടതിൻ്റെ ഒരു 10-12 ക്രൈറ്റീരിയാസ് പറയുന്നുണ്ട്. അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് 100% പറയാൻ പറ്റില്ല. സാറ്റിസ്ഫൈഡ് ആണ്. തീർച്ചയായിട്ടും പ്രോസിക്യൂഷൻ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി ഉന്നത ഉദ്യോഗസ്ഥർ ഇതിൻ്റെ പുറകിലുണ്ട്. അവരോടെല്ലാം ചർച്ച ചെയ്തതിന് ശേഷം ഇത് ചലഞ്ച് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് പിന്നെ തീരുമാനിക്കുന്ന കാര്യങ്ങളായി. ഒരു നിശ്ചിത കാലയളവിൽ പരോൾ നൽകാൻ പാടില്ല എന്നൊക്കെ ചില വിധിന്യായത്തിൽ പറയും. അങ്ങനെ എന്തെങ്കിലും പറയുന്നില്ല? അല്ല, അങ്ങനെയുള്ള ഒരു റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള, അതായത് ഒരു ഫിക്സഡ് പീരീഡിലേക്ക് ഒരു പണിഷ്മെന്റ് കൊടുക്കുന്നതിന് കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന്, അതായത് ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ മാത്രമേ പവറുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സ്ട്രോങ് ആയിട്ട് പറഞ്ഞതും ഇങ്ങനെ ഒരു ലൈഫ് ഇംപ്രിസൺമെന്റാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞിട്ട് അദ്ദേഹം വെളിയിലേക്ക് സൊസൈറ്റിയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാദമുണ്ടായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കോടതി ആ വാദം പരിഗണിച്ച് തന്നെ ആയിരിക്കും ഈ 7 വർഷവും 5 വർഷവും ഉള്ളത് കൺസിക്യൂട്ടീവായിട്ട് തന്നെ കഴിയണമെന്നും 12 വർഷത്തിന് ശേഷം മാത്രമേ ഈ നമ്മുടെ ജീവപര്യന്തം തടവ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ് കയ്യിലാണ് റെമിഷനും കമ്മ്യൂട്ടേഷനും കൊടുക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു മിനിസ്റ്റീരിയൽ വർക്കാണ്. അപ്പോൾ അതിനകത്ത് അങ്ങനെ ഒരു കാര്യം വരാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളിന് ഒരിക്കലും തിരിച്ച് നമ്മുടെ സമൂഹത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല. വിധിയിൽ തൃപ്തിയുണ്ട്, മാതൃകാപരമായ വിധി എന്നാണ് പ്രോസിക്യൂഷൻ ഇക്കാര്യത്തിൽ പറയുന്നത്. ശാലിനി, പ്രോസിക്യൂഷൻ എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്? വിധിയിൽ തൃപ്തിയുണ്ട്, മാതൃകാപരമായ വിധിയാണ്, 30 വർഷത്തോളം കേതൽ ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത്. ശാലിനി, നിലിമ, അത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രോസിക്യൂട്ടർ പറയുന്നത് പോലെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസാണ്. ആ കേസിലാണ് ഇന്നത്തെ നിർണായക വിധി വന്നിട്ടുള്ളത്. ജീവപര്യന്തത്തിന് പുറമേ വിവിധ വകുപ്പുകൾ ചേർത്ത് ശിക്ഷ അനുഭവിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ പ്രോസിക്യൂട്ടർ പറയുന്നത്. 30 വർഷത്തോളം കേതൽ ജയിലിൽ തന്നെ കിടക്കേണ്ടി വരും എന്നുള്ളതാണ് പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാട്ടുന്നത്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം സെക്ഷൻ 201 പ്രകാരം 5 വർഷം തടവും പിഴയും അനുഭവിക്കണം. ഒപ്പം തന്നെ കൊല്ലപ്പെട്ട 4 പേർക്ക് 3 ലക്ഷം രൂപ വീതം വീതിച്ച് നൽകുന്നതാണ് ഈ വിധി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. പിഴത്തുക പ്രതിയുടെ അമ്മാവനായ ജോസിന് നൽകണം എന്നുള്ളതും ഈ ഒരു വിധി പ്രസ്താവത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, മാതൃകാപരമായ ഒരു വിധി എന്നുള്ളതാണ് പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാട്ടുന്നത്. അതായത് ഒരാൾക്ക് വധശിക്ഷ നൽകിക്കൊണ്ട് മറ്റൊരു സന്ദേശം അല്ലെങ്കിൽ സൊസൈറ്റി ആവശ്യപ്പെടുന്നത് പോലെ ഒരു സന്ദേശം നൽകുകയല്ല, പകരം ഒരു യുവാവാണ്, ചെറുപ്പക്കാരനാണ്, അയാൾക്ക് ഏതെങ്കിലും തരത്തിൽ അയാൾക്ക് തിരികെ ജീവിതത്തിലേക്ക് വരാൻ പറ്റുമെങ്കിൽ അതിന് കഴിയുന്ന ഒരു വിധിയാണ് കോടതി ലക്ഷ്യം വെച്ചിരുന്നത്. അത്തരത്തിലൊരു വിധി തന്നെയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം
അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുള്ളത്. മാത്രമല്ല വിധിയിൽ താൻ തൃപ്തനാണ്, ഏതെങ്കിലും തരത്തിൽ അപ്പീൽ പോകണമോ എന്നതടക്കമുള്ള കാര്യത്തിൽ താൻ കൂടുതൽ പഠിച്ചതിന് ശേഷം മാത്രം അപ്പീൽ പോകുമെന്നുള്ള കാര്യം കൂടി അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നുണ്ട്. എന്നാലും വിശദമായ വാദം നടന്നിരുന്നു. 63 ദിവസം നടന്ന വിശദമായ വാദത്തിന്, ശിക്ഷാവിധിയിലെ വാദത്തിന് ശേഷമാണ് ഇന്ന് നിർണായകമായിട്ടുള്ള വിധി വന്നിരിക്കുന്നത്. എന്തായാലും ജീവപര്യന്തം തടവിനൊപ്പം വിവിധ വകുപ്പുകൾ, അതായത് വീട് കത്തിക്കൽ, ഒപ്പം തന്നെ കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വിവിധ വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് കേതൽ ജിൻസൺ രാജയ്ക്ക് ജീവപര്യന്തം തടവിനൊപ്പം വിവിധ വകുപ്പുകൾ ചുമത്തിയുള്ള ശിക്ഷ കൂടി ഇപ്പോൾ ഔദ്യോഗികമായി പ്രസ്താവിച്ചിട്ടുള്ളത്. എന്നാലും 3 ലക്ഷം രൂപ എന്നത് 15 ലക്ഷത്തോളം രൂപ കേതൽ നൽകണം, പിഴ അടയ്ക്കണം എന്നുള്ളത് കൂടി ഔദ്യോഗികമായി കോടതി വിധി പ്രസ്താവത്തിലൂടെ അറിയിക്കുകയാണ്. നീലിമ, നാടിനെ നടുക്കിയ നന്തങ്കോട് കൂട്ടക്കൊലപാതകത്തിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ നൽകിയിരിക്കുകയാണ്. 15 ലക്ഷം രൂപ പിഴ ഒടുക്കണം. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതി 6 ശിക്ഷ വിധിച്ചത്.